ഓക്കെ, ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ആസ് എ റെവിറ്റ് വർക്ക് ചെയ്യണ എല്ലാരും മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ അതെന്താന്ന് ബ്രീഫായിട്ട് പറഞ്ഞു തരാം. വർക്ക് ഷെയറിംഗ് ആണ് ഇതിന്റെ പ്രോസസ്സ്, മനസ്സിലായില്ലേ? ഈ വർക്ക് ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഡിഫറെന്റ് ആൾക്കാരായിരിക്കും വർക്ക് ചെയ്യുക, അല്ലേ? ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു MEP എഞ്ചിനീയർ ഉണ്ടാവും, മെക്കാനിക്കൽ ചെയ്യാൻ ഒരാളുണ്ടാവും, പ്ലംബിങ് ചെയ്യാൻ ഒരാളുണ്ടാവും. അപ്പൊ ഇതെല്ലാരും കൂടിയിട്ട് ഒരാൾ വെയിറ്റ് ചെയ്യുന്നവരെ കാത്തു നിൽക്കില്ല, ഒരാളെ വർക്ക് കഴിയണവരെ. ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിന്റെ വർക്ക് കഴിയണവരെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന്റെ വർക്ക് പെൻഡിങ് ആക്കി വെക്കില്ല. ആളും സെയിം ബിൽഡിങ്ങിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. ക്ലിയർ ആയി? ഇപ്പൊ സപ്പോസ് പ്ലംബിംഗുകാരന് മെക്കാനിക്കലാരന്റെ വർക്ക് കഴിയണവരെ നിക്കില്ല, ക്ലാഷ് ഒക്കെ കണ്ടെത്താനും ഇങ്ങനെ വരക്കണം വെയിറ്റ് ചെയ്യില്ല. അപ്പൊ ആ ഒരു പ്രോസസ് ഉണ്ട്. അതായത് എല്ലാരും ഡിഫറെന്റ് ആയിട്ട് ചെയ്തിട്ട് ഒരൊറ്റ ബിൽഡിങ്ങിൽ യുണൈറ്റ് ചെയ്യണം, എല്ലാതും ഒരുമിച്ച് ഒരൊറ്റ ബിൽഡിങ്ങിലേക്ക് കൊണ്ടുവരണം. മനസ്സിലായില്ലേ? ആ ഒരു പ്രോസസ്സാണ് വർക്ക് ഷെയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ വർക്ക് ഷെയറിംഗിൽ നമുക്ക് മെയിൻ കോർഡിനേറ്റർ ഉണ്ടാവും. ആളായിരിക്കും നമുക്ക് ആ ബിൽഡിംഗ് അസൈൻ ചെയ്യുക. ഓക്കെ, ആളെ അസൈൻ ചെയ്തിട്ട് നമ്മളുടെ ലാൻ വഴിയായിരിക്കും എല്ലാ കമ്പ്യൂട്ടറും ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, പ്രൊജക്ട് മാനേജറുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് ആ ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റും നെറ്റ്വർക്ക് ത്രൂ. അപ്പൊ ആ ഒരു പ്രോസസ് ഉണ്ട്, അതാണ് ഇന്ന് എടുക്കാൻ പോണത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൊരു കമ്പനി കയറി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആ ബാക്കി എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ഒരു മെയിൻ ഫയൽ ഉണ്ട്, മനസ്സിലായില്ലേ? എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട മെയിൻ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതാണ് ഫസ്റ്റത്തെ പ്രോസസ്. അപ്പൊ ഇതിൽ എന്ന് പറയുന്നത് യൂസർ നെയിമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണിത്. യൂസർ നെയിമിലാണ് നമ്മൾ ആ ഫയലുകൾ ആക്സസ് ചെയ്യുന്നത് തന്നെ. അപ്പൊ യൂസർ നെയിം ഒരിക്കലും തെറ്റാൻ പാടില്ല. അപ്പൊ നമുക്ക് ആദ്യം ഒരു സെൻട്രൽ ഫയൽ ഉണ്ടാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മെയിൻ ഫയല്. മനസ്സിലായില്ലേ? അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ ഈ റെവിറ്റിന്റെ ഈ ഓപ്ഷൻ വരെ ഇവിടെ കണ്ട ഓപ്ഷനിൽ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഞാൻ ജനറൽ യൂസർ ഇന്റർഫേസിലല്ല, ജനറൽ ഇവിടെ യൂസർ നെയിം കണ്ട. ഇവിടെ എന്ത് ചെയ്യണം, നമ്മളുടെ എന്താണോ ഫയൽ അല്ലെങ്കിൽ പ്രൊജക്ടിന്റെ പേരായിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവുക. ഞാൻ അവിടെ സെൻട്രൽ ഫയലിന് കൊടുക്കാണ് സപ്പോസ്. ഓക്കെ പറഞ്ഞു, ക്ലിയർ ആയില്ലേ? സെൻട്രൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോണേക്കാട്ടി മുമ്പ് യൂസർ നെയിമും സെൻട്രൽ ഫയലാക്കി ഇനി നമ്മളുടെ സിസ്റ്റം ഡിഫോൾട്ട് മെട്രിക് എടുക്കും, ഓപ്പൺ ആക്കും. സിസ്റ്റം ഡിഫോൾട്ട് മെട്രിക്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം ആ ബിൽഡിംഗ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ഇൻസേർട്ട് ലിങ്ക് ഏതാണോ സെൻട്രൽ ഫയൽ ആക്കേണ്ട ആ ഒരു ബിൽഡിംഗ് എന്ത് ചെയ്യും, ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ഞാനിപ്പോ പ്രൊജക്ട് കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് തന്നെയാണ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാലേ ഈ കോപ്പി മോണിറ്ററും എല്ലാതും നമ്മളെ കൊളാബറേഷനും എല്ലാ കാര്യങ്ങളും നമ്മളെ ഈ സെൻട്രൽ ഫയൽ ചെയ്യും, മനസ്സിലായില്ലേ? നമ്മളെല്ലാ ലെവലുകളും ഇതിൽ ഉണ്ടായിരിക്കും, നമ്മൾ സെപ്പറേറ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ, ചില കേസുകളിൽ ചെയ്യേണ്ടി വരും. ഒരാൾ തന്നെ കമ്പനിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ഇത് നമുക്ക് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകുമ്പോൾ നമ്മളിത് എല്ലാതും ഈ സെൻട്രൽ ഫയൽ ക്രിയേറ്റ് ചെയ്യണവർ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ വർക്ക് മാത്രം ചെയ്താൽ മതി, നമ്മളെ പാർട്ട് മാത്രം. ക്ലിയർ ആയില്ല? അപ്പൊ സപ്പോസ് അതറിയില്ലേ, കൊളാബറേഷനും കോപ്പി മോണിറ്ററും കൊണ്ടുവരണം. അപ്പൊ അത് ചെയ്തു അസംഷൻ ചെയ്യാട്ടാ, ഞാൻ ചെയ്യണില്ല, നിങ്ങൾ വർക്ക് എന്തായാലും ചെയ്തു നോക്കാട്ടാ. അപ്പൊ അത് ചെയ്തു, ഇവിടെ ലെവലുകളെല്ലാം കൊണ്ടുവന്നു, മോണിറ്ററും എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മ എന്ത് ചെയ്യാം, ഓക്കെ വരുത്തിയതിന് ശേഷം ഇവിടെ വന്നിട്ട് സേവ് ചെയ്യാം. അപ്പൊ സേവ് പ്രോജക്ട് പറഞ്ഞിട്ട് ഞാൻ ഡെസ്ക് ടോപ്പിൽ ഇവിടെ ഇവര് ചെയ്യാൻ നെറ്റ്വർക്കിലായിരിക്കും കണക്ട്. മൈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇതിന്റെ അകത്ത് അവര് എല്ലാ ഫയലും. അപ്പൊ അവർക്ക് നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ അവിടെ ഒരു ഫോൾഡർ ഉണ്ടാക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? ഡെസ്ക്ടോപ്പിൽ ഞാൻ ഒരു ഫോൾഡർ ഉണ്ടാക്കുന്നുണ്ട്. ഒരു വർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഓൾറെഡി ക്രിയേറ്റ് ആണല്ലോ. ഓക്കെ, സെൻട്രൽ ഫയൽ സെൻട്രൽ. ഓക്കെ, സെൻട്രൽ ഫയലിനായിട്ട് ഞാൻ സേവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന്റെ അകത്ത് നമ്മളിവിടെ സെൻട്രൽ ഫയലിനായിട്ട്
പ്രൊജക്ട് സേവ് ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മ കോപ്പി മോണിറ്റർ ഒക്കെ ചെയ്ത് സേവ് ചെയ്തു, മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ വരണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്ന ഇതാണ്, നമ്മ എത്ര പേരെ വർക്ക് ചെയ്യണം അവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം, വർക്ക് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ അതായത് ഇപ്പൊ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ ആൾക്കൊരു വർക്ക് സെറ്റ് ക്രിയേറ്റ് ചെയ്യും. മെക്കാനിക്കൽ എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നുണ്ട്, ആൾക്കൊരു വർക്ക് സെറ്റ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിട്ട് ഇവിടെ കൊളാബറേറ്റിൽ വന്നതിന് ഇവിടെ കൊളാബറേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർക്ക് സെറ്റുകളൊക്കെ നമുക്ക് ആക്റ്റീവ് ആക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയില്ലേ? കൊളാബറേറ്റ്. അപ്പൊ നമ്മളോട് ചോദിക്കും കൊളാബറേറ്റ് വിത്തിൻ യുവർ നെറ്റ്വർക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ലാൻ വഴി കണക്റ്റഡ് ആയിരിക്കും, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വഴി, കേബിൾ വഴി ഓഫീസിലെല്ലാം അങ്ങോട്ട് കണക്റ്റഡ് ആണെങ്കിൽ മാത്രമാണ് കൊളാബറേറ്റ് വിത്തിൻ യുവർ നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വാൻ എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പൊ നമുക്ക് ഇവിടെ കൊളാബറേറ്റ് വിത്തിൻ യുവർ നെറ്റ്വർക്ക് നമുക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക നമ്മൾ. അപ്പൊ നമുക്ക് അടുത്തൊരു ഓപ്ഷനാണ് കൊളാബറേറ്റ് യൂസിങ് A360. ഇതെന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ വർക്കിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയില്ലേ? സപ്പോസ് ഇതെന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ആണ്, വർക്ക് അധികം ചെയ്ത് കൊടുക്കും. ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വർക്ക് ചെയ്തതിന് ശേഷം റീ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഫയലിൽ അത് കാണിക്കും. നമ്മളിവിടെ പഠിക്കുന്നത് കൊളാബറേറ്റ് വിത്തിൻ യുവർ നെറ്റ്വർക്ക് ആണ്. ജസ്റ്റ് ഓക്കെ പറയാം. അപ്പൊ നമുക്കിവിടെ വർക്ക് സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമുക്ക് അണേബിൾ ആക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് വർക്ക് സെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അണേബിൾ ആക്കാൻ പറ്റും. താഴെ ഉണ്ട് കേട്ടോ, നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടും നമുക്ക് അണേബിൾ ആക്കാം. ഈ വർക്ക് സെറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും വർക്ക് സെറ്റ് 1 എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ, മനസ്സിലായില്ലേ? അപ്പൊ അതിനെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് റീനെയിം ചെയ്തിട്ട് ഇത് സെൻട്രൽ ഫയലിന്റെ വർക്ക് സെറ്റാ. ഇതില് സെൻട്രൽ ഫയൽ മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ സെൻട്രൽ ഫയലിന് പേര് കൊടുത്തു, മനസ്സിലായില്ലേ? ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആരുണ്ട്, അപ്പൊ ന്യൂ പറഞ്ഞിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആളുടെ പേരായിരിക്കും മിക്കുണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ ആളുടെ പൊസിഷൻ. ക്ലിയർ ആയോ? ഓക്കെ. ഇനിയിപ്പോ നമുക്കൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ഉണ്ട്, അപ്പൊ ന്യൂ കൊടുത്തു മെക്കാനിക്കൽ എഞ്ചിനീയറിന് പേര് കൊടുത്തു. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് ഞാനിപ്പോ 2 എണ്ണം ചെയ്യുന്നുള്ളൂ, നമുക്ക് കുറെ വർക്ക് സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഓക്കെ പറഞ്ഞു. അപ്പൊ ഓക്കെ പറയുന്ന സമയത്തോടെ നമ്മൾ ലാസ്റ്റ് ക്രിയേറ്റ് വർക്ക് സെറ്റ് ആക്റ്റീവ് ആക്കണമെന്ന് ചോദിക്കും. ഇത് നമ്മളെല്ലാം ആക്റ്റീവ് ആക്കുക, മനസ്സിലായില്ല? അപ്പൊ നോ തന്നെ കൊടുക്കണം കേട്ടോ. ഇവിടെ സെൻട്രൽ ഫയൽ അല്ലാന്ന് വർക്ക് സെറ്റ് 1 തന്നെ കാണണം. സെൻട്രൽ ഫയൽ നല്ല ഈ താഴെ ഇപ്പൊ ആക്റ്റീവ് ആയിരിക്കുന്നത് സെൻട്രൽ ഫയൽ തന്നെ ആയിരിക്കണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, വർക്ക് സെറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സേവ് ആസ് പറഞ്ഞിട്ട് ഒന്നും കൂടി നമ്മ ആ ഒരു ഫോൾഡറിൽ പോയിട്ട് സേവ് ചെയ്യും. ഈ സേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കോപ്പിയാ വേണ്ടത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 20 മാക്സിമം എടുക്കുന്നത്. അതായത് 20 പേർക്ക് ഇത് നമ്മളെ നെറ്റ്വർക്കിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റും. എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ അവിടെ തന്നെ ഉണ്ടാവും, അതിന്റെ കോപ്പിയാണ് അവർക്ക് കിട്ടുക. അവര് നോക്കുമ്പോ മനസ്സിലായില്ലേ? നമ്മളിപ്പോ 100 പേരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ല, കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം എന്നുള്ളത് കൂട്ടി കൊടുക്കണം, മനസ്സിലായോ? ഞാൻ ഡിഫോൾട്ട് ആയിട്ട് 20 തന്നെ കൊടുക്കുന്നു. ഓക്കെ പറഞ്ഞിട്ട് സേവ് ചെയ്തു. അപ്പൊ 2ാമത്തെ സേവ് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ വർക്ക് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ട ഓണേഴ്സ് ആരാ, മൊത്തം സെൻട്രൽ ഫയലാ. ഈ ഓണർഷിപ്പ് നമ്മ സെൻട്രൽ ഫയലിൽ നിന്ന് വിട്ടു കൊടുത്താലേ, സെൻട്രൽ ഫയൽ അല്ലാണ്ടാക്കിയാലേ നമുക്ക് ബാക്കിയുള്ളവർക്ക് വർക്ക് ചെയ്യാനും അതിലെല്ലാ കാര്യങ്ങളും എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓണർഷിപ്പിന് ഇമ്പോർട്ടന്റ് ഉണ്ട്. ഇപ്പൊ ഓണർ മാറണം, എന്നിട്ട് ഇവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഓണറായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഈ ഓണർഷിപ്പ് ചേഞ്ച് ആണോ. അപ്പൊ അതിന് വേണ്ടിട്ട് ഇവിടെ എന്താ ചെയ്യണ വെച്ചാല് ഇവിടെ എഡിറ്റബിൾ യെസ് അത് നോ കൊടുക്കുക. നോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു ബന്ധവും ഇല്ല സെൻട്രൽ ഫയലാറിന്, മനസ്സിലായില്ലേ? എഡിറ്റ് ചെയ്യാനുള്ള അധികാരം ഇല്ല. സെൻട്രൽ ഫയലാരൻ തന്നെ പറയാണ് എനിക്കിനി ഈ സെറ്റിൽ എഡിറ്റ് ചെയ്യാനുള്ള അധികാരം ഇല്ല എന്ന് സെൻട്രൽ ഫയലാരൻ നോ കൊടുത്തിട്ട് വെച്ചിരിക്കുകയാണ്. സെൻട്രൽ ഫയൽ വേണമെന്നുണ്ടെങ്കിൽ യെസ് കൊടുത്തോട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, റിലിങ്കിഷ് ഓൾമൈ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതൊരു 50 വർക്ക് സെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോന്നായിട്ട് ചെയ്യണ്ട, ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ വർക്ക് സെറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാ വർക്ക് സെറ്റോടെ ഓണർ ഉണ്ടാവില്ല. ക്ലിയർ ആയോ? ഇനി എന്ത് ചെയ്യാം, സെൻട്രൽ ഫയൽ വേണം യെസ് കൊടുക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ എഡിറ്റബിൾ നോൺ എഡിറ്റബിൾ എന്നൊക്കെ കൊണ്ട് കുറെ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താലും എഡിറ്റബിൾ ഇട്ടാ യെസ് ആവും, നോൺ എഡിറ്റബിൾ ഇട്ടാ നോ ആവും, മനസ്സിലായോ? റിലിങ്കിഷ് ഓൾമൈ അത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഓണർഷിപ്പ് എല്ലാത്തിന്റെ എടുത്ത് കളഞ്ഞു. ക്ലിയർ ആയോ? ഇനി എന്ത് ചെയ്യാ, ഫയലില് സേവ് ആസ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റത്തെ സേവ് കൂടി ചെയ്യാം.
ഇത്രയാണ് നമ്മ സെൻട്രൽ ഫയലിന്റെ കാര്യത്തിൽ ചെയ്യേണ്ടത്. ക്ലിയർ ആയില്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ക്ലോസ് ചെയ്യാണ്. മൊത്തം ക്ലോസ് ചെയ്തിട്ട് രണ്ടു വട്ടം റിവിറ്റ് ഓപ്പൺ ആക്കുന്നുണ്ട്. നമുക്ക് രണ്ടുപേര് വർക്ക് ചെയ്യണം കാണാൻ വേണ്ടിയിട്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയറിന് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഒരു വട്ടം കൊണ്ട് സെയിം റിവിറ്റ് ഇത് തന്നെ ഓപ്പൺ ആക്കുക. അപ്പൊ നമുക്ക് രണ്ടെണ്ണത്തിലും വർക്ക് ചെയ്തിട്ട് ആ ഡിഫറൻസ് കാണാൻ പറ്റും. എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തേനെ ഇവിടെ സെലക്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ വിൻഡോസിന്റെ കീ ഇല്ലേ, വിൻഡോസ് കീ ലെഫ്റ്റ് പിടിച്ചിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരെണ്ണത്തിന് ലെഫ്റ്റേക്കും ഒരെണ്ണത്തിന് റൈറ്റിലേക്കും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? വിൻഡോസ് കീ ലെഫ്റ്റ് റൈറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടും. ഒരു സൈഡിൽ ഇലക്ട്രിക്കലാറിന്റെ സിസ്റ്റം ആണ് വിചാരിക്കുക, ഒരു സൈഡിൽ മെക്കാനിക്കലാറിന്റെ സിസ്റ്റം ആണ് വിചാരിക്കുക കേട്ടോ. മനസ്സിലായി? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് ഈ ഓപ്ഷനിൽ യൂസർ നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കണം. മനസ്സിലായില്ലേ? സെൻട്രൽ ഫയൽ യൂസർ നെയിം ആയിക്കഴിഞ്ഞാല് വീണ്ടും ഓണർ ആരാവും, സെൻട്രൽ ഫയൽ ആവും. ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ ആളുടെ പേരാ അല്ലാതെ ആളുടെ പൊസിഷൻ ഇവിടെ കൊടുക്കുക. ഇനിയിപ്പോ നമ്മൾ ഫയൽ ഓപ്പൺ ആക്കുമ്പോ അതിന്റെ ഫയൽ ലൊക്കേഷൻ ഡിഫോൾട്ട് ആയിട്ട് കണ്ട ഡോക്യുമെന്റ് വന്ന് എടുക്കുക. നമുക്ക് എവിടാണ് വേണ്ടത് സ്പെസിഫൈ ചെയ്യാം. മനസ്സിലായില്ലേ? ഞാനിവിടെ ഡിഫോൾട്ട് തന്നെ കൊടുത്ത് ഓക്കെ പറഞ്ഞു. അപ്പൊ ഇത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ കേട്ടോ, അവിടെ ചെക്ക് ചെയ്യാം ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. ഇപ്പുറത്തേല് ഞാന് മെക്കാനിക്കൽ എഞ്ചിനീയർ ആക്കാണ്. ഓക്കെ പറഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് സിസ്റ്റം ഡിഫോൾട്ട് ഒന്നും എടുക്കണം. ഡയറക്റ്റ് ഓപ്പൺ പറഞ്ഞിട്ട് എവിടാണോ നമ്മളെ നെറ്റ്വർക്കിൽ ഏത് ഫോൾഡറിലാണ് കിടക്കുന്നത് അവിടുന്ന് ഓപ്പൺ ആക്കണം. അപ്പൊ ഞാനിവിടെ ഞാൻ ഇതിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഓപ്പൺ പറയുന്നത്. ഇനി ഇതിലും നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു കേട്ടോ ഡെസ്ക്ടോപ്പില്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്തു കണ്ട. ഇപ്പൊ ഓപ്പൺ ചെയ്യുമ്പോ രണ്ടെണ്ണത്തിൽ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ ഇത്? അപ്പൊ ഇപ്പുറത്ത് നമ്മളെ പ്രോപ്പർട്ടി ടാബ് രണ്ടിനും ഇങ്ങനെ എടുത്തു വെക്കണം വെക്കാട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മളെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മ എന്താ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇവിടെ കണ്ട സെൻട്രൽ ഫയൽ അല്ലേ എടുക്കുന്നത്, വർക്ക് സെറ്റ് ആക്കി അതിന് നമ്മ ചേഞ്ച് ചെയ്യണം. അപ്പൊ ചേഞ്ച് ചെയ്യണമെങ്കിൽ കൊളാബറേറ്റിൽ വന്നു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ വർക്ക് സെറ്റ് ഉണ്ട്. അല്ലാതെ താഴെ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടാ. അതിലിവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിന്റെ ഓണർ എന്താക്കണം, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന് എസ്, ഇവിടെ ഇലക്ട്രിക്കൽ അല്ല ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന്റെ ഇവിടെ എസ് കൊടുത്തിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഓണറെ കൊണ്ടുവരണം. മനസ്സിലായില്ലേ? അപ്പൊ ഓക്കെ പറയുമ്പോ നമ്മളോട് ചോദിക്കുക ആക്റ്റീവ് ആക്കണോന്ന്, എസ് കൊടുക്കുക. ഇവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. മനസ്സിലായില്ലേ? ഡയറക്റ്റ് പോയി മാറ്റരുത്, ആ ഓണർഷിപ്പ് ചേഞ്ച് തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാലോ, ഇവിടെ വന്നു കഴിഞ്ഞാല് യൂസർ നെയിം, ഇവിടെ യൂസർ നെയിം ഇപ്പൊ നമ്മ സെൻട്രൽ ഫയൽ മാറ്റിയില്ലെങ്കിൽ ഓണർ സെൻട്രൽ ഫയൽ തന്നെ ആവട്ടാ. അതൊന്ന് ശ്രദ്ധിക്കാട്ടാ. എസ് കൊടുക്കുക, ഓക്കെ പറയാ, എസ് കൊടുക്കുക. അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയർ ആവും. ക്ലിയർ ആയോ? ഇനിയിപ്പോ നമുക്ക് മെക്കാനിക്കൽ നമ്മ പഠിച്ച കാരണം ഞാൻ മെക്കാനിക്കലിന്റെ വർക്കാണ് ആദ്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മ എന്താ ചെയ്യണ, സിസ്റ്റത്തില് എയർ ടെർമിനൽ എടുത്തു, നമ്മൾ പ്രോപ്പർട്ടിയില് ഹൈറ്റ് കൊടുത്തു. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയാന്നിട്ടാ, നമ്മ വർക്ക് ചെയ്ത് പഠിച്ചതാണ്, അതാണ് നമുക്ക് അറിയാം. ഇതിങ്ങനെ വെച്ചു കൊടുത്തു. ഓക്കെ, ക്ലിയർ ആയോ? നമുക്ക് വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഡെക്റ്റും കൂടി വരച്ചു കൊടുത്തു. ഡെക്റ്റ് കൊടുത്തു, ഹൈറ്റ് ഇവിടെ കൊടുത്തു, ഇവിടെ എന്ത് ചെയ്തു, നമ്മ വരച്ചു കൊടുത്തു. ബ്രാഞ്ച് ഒക്കെ ഇട്ട് കൊടുത്തു. ഫ്ലെക്സിലൊക്കെ ഞാൻ കൊടുക്കുന്നില്ല, അതൊക്കെ നോക്കണം കേട്ടോ. ഓക്കെ, ഇങ്ങനെ നമ്മ എന്ത് ചെയ്തു, നമ്മളെ വർക്ക് കഴിഞ്ഞു. സപ്പോസ് നമ്മ എല്ലാ വർക്കും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയർ കൊളാബറേറ്റിൽ വന്നിട്ട് ഇവിടെ സിംഗർനൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സിംഗർനൈസ് വിത്ത് സെൻട്രൽ എന്ന് പറഞ്ഞാല് സെൻട്രൽ ഫയലിലേറ്റ് സിംഗർനൈസ് ആവും, ഒരുമിക്കും. മനസ്സിലായില്ലേ? അപ്പൊ സിംഗർനൈസ് വിത്ത് സെൻട്രൽ തന്നെ രണ്ട് ഓപ്ഷൻ ഉണ്ട്.
സിങ്കർണൈസ് ആൻഡ് മോഡിഫൈ സെറ്റിങ്സും സിങ്കർണൈസ് നവും. ഞാൻ മോഡിഫൈ സെറ്റിങ്സ് ഇലക്ട്രിക്കലിൽ പറഞ്ഞു തരാം. അവിടെ സിങ്കർണൈസ് നവ് കൊടുത്തു. അപ്പൊ കണ്ട നമുക്ക് എന്തായി, ഇനി സെൻട്രൽ ഫയൽ തുറക്കുമ്പോ ഈ ഒരു ഇത് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാവും. നമ്മ ഇലക്ട്രിക്കൽ ലാസ്റ്റ് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. നമ്മ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാൻ പോവാണ്. ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുമ്പോ നമ്മ ഇലക്ട്രിക്കലിന്റെ ടെംപ്ലേറ്റിൽ വരാട്ടാ. ഇലക്ട്രിക്കലിന്റെ സീലിംഗിൽ വന്ന് ഞാൻ ചെയ്യണം. അപ്പൊ നമ്മളോട് മെക്കാനിക്കൽ എഞ്ചിനീയറും പറയാണ്, എടാ എന്റെ വർക്ക് കഴിഞ്ഞു പറയാണെങ്കിൽ മാത്രം മെക്കാനിക്കലാരൻ സിങ്കർണൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് അവരെ വർക്ക് നമ്മളിൽ കാണാൻ പറ്റും. അപ്പൊ സിങ്കർണൈസ് കൊളാബറേറ്റിൽ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാല് റീലോഡ് ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. റീലോഡ് അപ്പൊ ലേറ്റസ്റ്റ് വർക്ക് ഇവിടെ റീലോഡ് ആവും. അപ്പൊ റീലോഡ് ലേറ്റസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മ വന്നിട്ടുണ്ട്. നമ്മ എന്താ ചെയ്യണ വെച്ചാല് വിസിബിലിറ്റി ഗ്രാഫിക്സിൽ ഇവിടെ മെക്കാനിക്കലും ഇലക്ട്രിക്കലും ഒരുമിച്ച് ടിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഇലക്ട്രിക്കലും മെക്കാനിക്കലാറിന്റെ കാണുള്ളൂ. കൺഫ്യൂഷൻ ഇല്ലല്ലോ. കണ്ട അപ്പൊ ഇവിടെ വർക്ക് കംപ്ലീറ്റ് ആയി. മനസ്സിലായോ? ഇനി എന്താ ചെയ്യണ്ട വെച്ചാൽ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ഇലക്ട്രിക്കല് ലൈറ്റിംഗ് ഫിക്സർ ഉണ്ട്. ഈ ലൈറ്റിംഗ് ഫിക്സർ എടുത്തു കഴിഞ്ഞാല് നമ്മ പ്ലേസ് ഓൺ ഫേസ് പറഞ്ഞിട്ട് സീലിംഗിൽ വെച്ചാൽ മതി. ഹൈറ്റ് ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് പ്ലേസ്മെന്റ് പ്ലേസ് ഓൺ ഫേസ് പറഞ്ഞിട്ട് സീലിംഗിൽ വെച്ച് കൊടുക്കുക. കണ്ട ഞാൻ അളവൊന്നും എടുക്കുന്നില്ല, ഇതിനൊക്കെ അളവുണ്ട് കേട്ടോ. നമ്മ ഡീറ്റെയിൽ ആയിട്ട് ഇലക്ട്രിക്കലിൽ പഠിക്കും. അപ്പൊ വെക്കണ സമയത്താണ് നമുക്കൊരു പ്രശ്നം. ഈ മെക്കാനിക്കലാന്റെ ടെക്റ്റുമ്പോ നമ്മളുടെ ടച്ച് ആവും, ക്ലാഷ് വരും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല. അത് നമുക്ക് അതിന്റെ പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കണ്ട ഞാൻ ഇപ്പൊ ഇതിനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമുക്കത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഈ എയർ ടെർമിനൽ പോലും നമുക്ക് മാറ്റാൻ പറ്റില്ല. ക്ലിയർ ആയില്ല? അത് മെക്കാനിക്കൽ അനുവാദം വേണം. അപ്പൊ ആ അനുവാദം വാങ്ങാൻ വേണ്ടിട്ട് നമ്മ ഇത് മാറ്റുന്ന സമയത്ത് ഇവിടെ പ്ലേസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇപ്പൊ എയർ ടെർമിനലാണ് കേട്ടോ മാറ്റുന്നത്. അപ്പൊ ഇവിടെ പ്ലേസ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അപ്പൊ തന്നെ വരും, മെക്കാനിക്കലാന്റെ സിസ്റ്റത്തിൽ വരും. അപ്പൊ മെക്കാനിക്കലാണ് ഇവിടെ ഷോ കൊടുത്താൽ ഏതിനാണ് അവൻ മാറ്റാൻ പറഞ്ഞത് കാണിച്ചു തരും. ഓ ഇതിനെ എനിക്ക് മാറ്റാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡിനേ ചെയ്യാം, അപ്പൊ തന്നെ ഡിനേ ചെയ്യാം. ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രിക്കലാണ് ഇത് എങ്ങനെ വേണമെങ്കിലും പൊസിഷൻ ചേഞ്ച് ചെയ്യാം. സപ്പോസ് ഇവിടെ വന്നില്ല എന്ന് വിചാരിക്കും, എഡിറ്റിംഗ് റിക്വസ്റ്റ് പ്ലേസ് റിക്വസ്റ്റ് കൊടുത്തിട്ട് ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. കണ്ട ഈ വർക്ക് സെറ്റിന്റെ അടുത്ത് തന്നെ ആയിട്ട് ഇവിടെ എഡിറ്റിംഗ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ കൊളാബറേറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റിംഗ് റിക്വസ്റ്റ് ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റിംഗ് റിക്വസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യാം. കണ്ടോ ഇതാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ റിക്വസ്റ്റ്. ഇതിന്റെ അടിയിലേക്ക് പോകരുതിട്ടോ. അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം ഒന്നും കാണിക്കില്ല. അത് ഫസ്റ്റിൽ തന്നെ ക്ലിക്ക് ചെയ്ത് നോക്കണം, ഷോ കൊടുക്കണം. ഇതെന്ന് മനസ്സിലാവും. കണ്ടാ ഞാനിത് ഗ്രാൻഡ് കൊടുത്തു. ഗ്രാൻഡ് കൊടുത്താൽ ഇലക്ട്രിക്കലാണ് ഇവിടെ വരും. ഗ്രാൻഡ് കൊണ്ട് കാണിച്ചു തരും. എന്നിട്ട് ഇലക്ട്രിക്കലാണ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ നമ്മ പൊസിഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും. മനസ്സിലായോ? ഇനിയിപ്പോ സപ്പോസ് ആൾക്ക് വേറെ ഒന്നിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് എല്ലാത്തിനും ഒരു മീറ്റിംഗ് പോലും മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് അക്സെപ്റ്റ് കൊടുക്കണം. മനസ്സിലായില്ലേ? ക്ലിയർ ആയോ? അപ്പൊ ഇലക്ട്രിക്കലാറിന് എന്ത് ചെയ്തു, ആ ഒരു ഇതിന്റെ ഇത് കുറച്ച് ലെഫ്റ്റിലോട്ട് മാറ്റി. എന്നിട്ട് കേബിൾ ട്രേ ആള് വരക്കാണ്. അപ്പൊ ഇലക്ട്രിക്കല് കേബിൾ ട്രേ എടുത്ത് സെയിം ഹൈറ്റിൽ തന്നെ വരക്കാണ് കേട്ടോ. ഇവിടെ ഞാനൊരു ക്ലാഷ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, വേറെ എവിടെയും ക്ലാഷ് ഉണ്ടാക്കില്ല, ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ക്ലാഷ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെ മെയിൻ ഫയലിൽ കണ്ടെത്താന്നാണ് പറയാൻ പോകട്ടോ. അപ്പൊ ആളെ വർക്കും കഴിഞ്ഞു, ഇലക്ട്രിക്കലാറിന്റെ വർക്കും കഴിഞ്ഞു കഴിഞ്ഞാൽ ആള് വരും കൊളാബറേറ്റില് സിങ്കർണൈസ് പറയും. സിങ്കർണൈസില് മോഡിഫൈ സെറ്റിങ്സ് ആ പറയാ ആള്. അവിടെ കമന്റ് ആയിട്ട് അടിച്ചു കൊടുക്കും. എയർ ടെർമിനല് മൂവ്വേഡ് 120 mm ലെഫ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കും. മനസ്സിലായ? ആളെന്തൊക്കെ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് അത് അടിച്ചു കൊടുക്കും. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് ക്ലോസ് ചെയ്ത് ഒന്നിനങ്ങ് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. അല്ലാതെ ക്ലോസ് പറയുമ്പോ നമ്മളോട് ചോദിക്കും റിലിംഗ്വിഷ് ചെയ്യണോന്ന്. റിലിംഗ്വിഷ് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മൾ ഓണർഷിപ്പ് എടുത്ത് കളയണോന്ന് ഇലക്ട്രിക്കലാറിന്റെ. മനസ്സിലായില്ല? അപ്പൊ സെൻട്രൽ ഫയൽ എഡിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ എന്താ ചെയ്യാണ്, ഇലക്ട്രിക്കലാറിന്റെ റിലിംഗ്വിഷ് ചെയ്തു, ഓണർഷിപ്പ് എടുത്ത് കളയും. ഇത് നമ്മളെ മെക്കാനിക്കലാറിന്റെ ക്ലോസ് പറയുമ്പോ നമ്മളോട് സേവ് ചെയ്യുന്നില്ല, ഞാൻ ഡു നോട്ട് സേവ് പറയാണ്. കീപ്പ് ഓണർഷിപ്പ് കൊടുത്തു മെക്കാനിക്കലാറിന്റെ.
എന്നിട്ട് എന്ത് ചെയ്തു, രണ്ടും നമ്മൾ ക്ലോസ് ചെയ്തു. ഓക്കെ, നമ്മളെ സെൻട്രൽ ഫയൽ മെയിൻ ഫയല് ഓപ്പൺ ചെയ്യാണ്. സെൻട്രൽ ഫയൽ ഇതാണ് നമ്മളെ മെയിൻ ഫയൽ, നമ്മൾ ഫോൾഡറിൽ സേവ് ചെയ്ത് വെച്ച്. അപ്പൊ എല്ലാരും വർക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആക്കുമ്പോ ഓക്കെ, നമ്മൾ ആ ഫയല് ഇവിടെ ഓപ്പൺ ആക്കാണ്. അപ്പൊ നമ്മ ഓപ്പൺ ആക്കുമ്പോ കണ്ട നമ്മൾ ആ സെൻട്രൽ ഫയൽ ഇവിടെ എല്ലാതും വന്നിട്ടുണ്ട്. ക്ലിയർ ആയോ പറഞ്ഞേ? ഇനിയിപ്പോ എന്താ ചെയ്യാ, കൊളാബറേറ്റിൽ വന്നു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ഷോ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ സെൻട്രൽ ഫയൽ അതിൽ ഓപ്പൺ ആക്കി കൊടുത്താൽ ഏതൊക്കെ ടൈം ആൾക്കാർ വർക്ക് ചെയ്തു നമുക്ക് അതിൽ കള്ളത്തനം കാണിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? എല്ലാ ടൈമും നമ്മ എക്സിറ്റ് ആയതും നമ്മ വർക്ക് ചെയ്തതും എല്ലാ ടൈമും അവിടെ വരും. ഓക്കെ, നമ്മളെ വർക്ക് ഇവിടെ ഞാൻ ഇതിൽ സേവ് ചെയ്ത് വെച്ചുകൊണ്ട് ആ സെൻട്രൽ ഫയൽ ജസ്റ്റ് ഇവിടെ സെൻട്രൽ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കുള്ള എല്ലാ ഡീറ്റെയിൽസും വരും. കണ്ട, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ 3 സ്റ്റാർട്ട് ചെയ്തു, ഇത്ര ടൈം വർക്ക് ചെയ്തു, ഡേറ്റും കാണിക്കും, എത്ര ടൈം എക്സിറ്റ് ആയത്, എത്ര ടൈമിന് വർക്ക് ചെയ്തത്, ആളടിച്ച കമന്റ് കാണിക്കും, എയർ ടെർമിനൽ മോഡ് 123 ലെഫ്റ്റ് കാണിക്കും. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഇലക്ട്രിക്കലാറിന്റെ ആ വർക്ക് സെറ്റ് എടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇലക്ട്രിക്കലാറ് നമ്മൾ റിലിംഗ്വിഷ് ചെയ്തിട്ടാ സേവ് ക്ലോസ് ചെയ്ത്. അപ്പൊ അവിടെ ഓണർ ഉണ്ടാവില്ല, മെക്കാനിക്കലാറിന് ഓണർ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് സെൻട്രൽ ഫയൽ എഡിറ്റ് ചെയ്യാനുള്ള അധികാരം ഈ മെക്കാനിക്കലാറിന് ഇല്ല. ആള് റിക്വസ്റ്റ് അയക്കണം. മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതില് ക്ലാഷസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലാഷ് കണ്ടുപിടിക്കാൻ ഇന്റർഫേസ് ചെക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ റൺ ഇന്റർഫേസ് ചെക്ക് പറയാം. മനസ്സിലായില്ലേ? അപ്പൊ കറന്റ് പ്രൊജക്ട് കൊടുത്താൽ മതിട്ടാ. പ്രൊജക്ട് കോംപ്ലക്സ് കൊടുക്കണ്ട. കറന്റ് പ്രൊജക്റ്റില് ഇവിടെ ഓള് കൊടുക്കുക, ഇപ്പുറത്തും ഓള് കൊടുക്കുക, എന്നിട്ട് ഓക്കെ പറയും. അപ്പൊ ഈ ഓക്കെ പറയുമ്പോ നമുക്കിവിടെ ക്ലാഷ് കാണിച്ചു തരും. കണ്ട, ഇലക്ട്രിക്കലാറിന്റെ ഡെക്റ്റും ഇതും നമുക്ക് ഇങ്ങനെ ക്ലാഷ് ഉണ്ട്. എന്തൊക്കെ ക്ലാഷ് ഉണ്ട് അതൊക്കെ കാണിച്ചു തരും. ഷോ കൊടുത്താൽ 3D വരെ നമുക്ക് കാണിച്ചു തരും കേട്ടോ. ഓക്കെ, കണ്ട. അപ്പൊ ഇതെന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ രണ്ടും ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ രണ്ടിന്റെ ക്ലാഷ് കാണിച്ചു തരും. കണ്ട, ഡെക്റ്റും കേബിൾ ട്രെയിൻ. അപ്പൊ നമുക്കിത് എക്സ്പോർട്ട് ചെയ്തിട്ട് അതാത് ഡിപ്പാർട്ട്മെന്റുകാർക്ക് അവർ അയച്ചു കൊടുക്കും. ഇപ്പൊ നമ്മള് ആ ഒരു ഫോൾഡറിൽ തന്നെ ഇവിടെ നമ്മ സേവ് പറഞ്ഞു കഴിഞ്ഞാല് അതവിടെ ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? ഇനി നമ്മളെ സേവ് ആയില്ലേ? ഇത് നമ്മളെ സെൻട്രൽ ഫയൽ എന്നിട്ടുള്ള ഇത് ഓപ്പൺ ആക്കുമ്പോ അവിടെ ആ ഒരു ഇത് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇതേ കണ്ട, എയും ഇതിലും ക്ലാഷ്. ഇപ്പൊ ഇവിടെ ID എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് അവർ കോപ്പി ചെയ്യും. ചിലപ്പോ അവരിങ്ങനെ ഇന്റർഫേസ് ചെക്ക് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ അവര് റീലോഡ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അറിയില്ലല്ലോ ഏതാന്ന്. അപ്പൊ അവര് ഇവിടെ വന്നു കഴിഞ്ഞാല് ആ ID കോപ്പി ചെയ്തിട്ട് മാനേജിൽ സെലക്റ്റീവ് ID എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പേസ്റ്റ് ചെയ്യും. റീലോഡ് ലേറ്റസ്റ്റ് അവർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കേട്ടാ, ഷോ കൊടുത്തു കഴിഞ്ഞാൽ കാണിച്ചു തരും, സെലക്ട് വരും. അപ്പൊ ഇത് അവർ എന്നിട്ട് ഇലക്ട്രിക്കലാറിനായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് അത് ചേഞ്ച് ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയാണ് വർക്ക് ഷെയറിങ് കേട്ടാ. അപ്പൊ അതൊന്ന് നോക്കാം കേട്ടാ. ശരി.